ഹായ് അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു നെയ്ച്ചോറിൻ്റെ വീഡിയോ ആണ്. പിന്നെ ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് കറിയുടെ മുഴുവൻ വീഡിയോ എടുത്തിട്ടില്ല. അതിപ്പോൾ ഞാൻ 2-3 എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ അല്ലേ. ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൽ വലിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ കൂട്ടി അരച്ചതാണ്. അപ്പോൾ അത് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ എണ്ണയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞതും കൂടി ഇട്ടിട്ട് സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ 5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ഗ്ലാസ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പുള്ളി ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കൽ. ഇതിപ്പോൾ ഞാൻ എണ്ണയ്ക്കൊന്ന് ഇട്ട് വഴറ്റിയെടുത്തതാണ്. ചോറ് വേകാൻ നേരത്ത് ഇട്ട് കൊടുത്താലും മതി ക്യാരറ്റ്. അപ്പോൾ നല്ല കളറായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 5 ഗ്ലാസ്സിന് 10 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ വേഗത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസുമ്മ വെക്കുമ്പോൾ ഞാൻ അടുപ്പത്ത് വെള്ളം തിളപ്പിച്ചെടുക്കലാണ്. അപ്പം നമുക്ക് ഗ്യാസ് കമ്മിയായി കിട്ടുമല്ലോ. പിന്നെ നെയ്ച്ചോറല്ലേ പെട്ടെന്ന് റെഡിയാവും ചെയ്യും. പിന്നെ ഇതിൽ മല്ലിയിലയും വലിയ ജീരകമൊക്കെ ചിലരൊക്കെ ഇടും കേട്ടോ, കറിവേപ്പിൻ്റെ ഇലയൊക്കെ. ഞാനതൊന്നും ഇട്ട് കൊടുക്കണില്ല. ഞാൻ ഒരു സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്, അല്ലാതെ ചോറിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണില്ല. അങ്ങനെ ഇട്ട് കൊടുത്താൽ കുട്ടികൾ അതൊക്കെ എടുത്ത് വലിച്ചെറിയും പുറത്തേക്ക്. അപ്പോൾ നമ്മൾ ചോറ് വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റാനുണ്ട്. പറ്റ ഡ്രൈ ആകാതെ ഒന്ന് കുഴഞ്ഞിരിക്കണ പരുവാകുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 50 നെയ്യൊക്കെ ഉള്ളൂ കേട്ടോ ചേർക്കുന്നത്. ഒരുപാട് നെയ്യൊന്നും വേണ്ട. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നെയ്യ് എല്ലായിടും ആകണ മാതിരി ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് സവാള ഇതൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ തിളച്ച് വരുമ്പോൾ ആ നെയ്യ് ആവിയിൽ അങ്ങനെ പോകും. പിന്നെ ചോറിന് വലിയൊരു മണം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ചേർത്തിട്ട് ഇളക്കി കൊടുത്താൽ കുറച്ച് നെയ്യ് ചേർത്താലും അതിൻ്റെ മണം നല്ല പോലെ ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം നമ്മൾ ചോറും ബീഫ് വരട്ടിയതും ബീഫ് കറിയും പപ്പടം, അച്ചാറില്ല കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അറിയിച്ചാനായിട്ട് മടിക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.